പിന്നെ ഞങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കുട്ടെ മരുന്നേ ഇവർക്കുട്ടിന് മാലിടണ്ടേ, അടിച്ചുണ്ടിന് മാലിടണ്ടേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടാ, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടാ, 26ാമത്തെ. അപ്പൊ നമ്മളിത് അമ്പലത്തിൽ പോവാ. തിരുവണിക്കാവ് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ, ഒല്ലൂക്കരയാണ്. അപ്പം എൻ്റെ കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ താലിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷവും വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം ഇവിടെയാണ് തൊഴാൻ വരിക. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മക്കളുടെ കുട്ടികൾക്ക് ചോറ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലും അവർക്ക് ചോറൂണൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവണിക്കാവ് രാജഗോപാലൻ. അപ്പോൾ രാജഗോപാലിനെ കാണാണ്ട് നമുക്ക് അമ്പലത്തിൽ വന്നാൽ തിരിച്ചു തരാൻ പറ്റില്ല. കാരണം രാജഗോപാലിനെ കണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. കാരണം എപ്പോഴും തലയാട്ടി ചെവിയൊക്കെ വീശി നമുക്ക് തുമ്പിക്കൈ കൊണ്ട് അനുഗ്രഹം തരുന്നത് പോലെ നമുക്ക് അത്രയും തോന്നും. അത്ര അനുഗ്രഹം അവനെ കൊണ്ട് അനുഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് രാജഗോപാലിനൊക്കെ കണ്ട് നിന്നതിന് ശേഷം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വരാറ്. നോക്കി നമ്മൾ ശ്രദ്ധിച്ചേക്ക് അറിയാം, അത്ര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കേട്ടോ. ഇന്ന് നമ്മുടെ കൺമണിക്കുട്ടീനെ നോക്കിയേ. ഇന്ന് ശിശുദിനത്തിൻ്റെ ചെറിയ പരിപാടികൾ അവരുടെ സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ശിശുദിനം, അതായത് ചിൽഡ്രൻസ് ഡേ വരുന്നത് നവംബർ 14-ാം തീയതി ആണെങ്കിലും കൂടിയിട്ട് എക്സാമൊക്കെ തുടങ്ങണ കാരണം നേരത്തെ തന്നെ ഇന്നാണ് സ്കൂളിൽ പരിപാടി വെച്ച് നോക്കണത്. അപ്പോൾ നമ്മുടെ കൺമണിക്കുട്ടി ഇന്ന് രാവിലെ നോക്കി നല്ല സുന്ദരി മോളായിട്ട് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് റോസപ്പൂവിന് വന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞാലോ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന്. പറയും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ഇപ്പോൾ കൺമണിക്കുട്ടി സ്കൂളിൽ പോവാം അല്ലേ? ഇനി ഇപ്പോൾ വീട്ടിൽ കൊണ്ടാക്കണം, ഇതൊക്കെ കൊണ്ടാക്കിയായിരുന്നു അങ്ങോട്ട്. ഇപ്പോൾ പിന്നെ അതമ്മ ഇങ്ങോട്ട് വരുമോ? പോകും വഴിക്ക് ഇല്ല, ബാഗൊക്കെ എടുക്കണ്ടേ? അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം. എവിടേക്കുണ്ടേ? നല്ലത് വയ്ക്കല്ലേ? അതത്ര മതി. ഇത് നമുക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റ്. അപ്പം നമ്മുടെ പണി നടക്കണമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ പാർക്കിനുള്ളിലത്തെ പണിയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ഓരോ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മരത്തിൻ്റെ ചുറ്റായിട്ട് ഇങ്ങനെ കെട്ടുക, ഇരിക്കാവുന്ന രീതിയിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നോക്കി ഇത്രയും പണികളായി. ഇപ്പോൾ നമ്മുടെ എവിടെയാണ് റംബുട്ടാൻ നിൽക്കുന്നത്, റംബുട്ടാൻ മരത്തിൻ്റെ അടിയിൽ നമ്മൾ ഇരിക്കാവുന്ന രീതിയിൽ ശരിക്കും നല്ല വീതിയിലാണ്. അപ്പോൾ അവർക്ക് അതിലിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഓടി വന്നിരിക്കുമല്ലോ, അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ഈ ഒരു മരം എന്ന് പറയുന്നത് നമ്മുടെ റൂബിക്ക മരമാണ്. റൂബിക്കയുടെ ഒന്നും അത്രയും വലുപ്പത്തിൽ കെട്ടണില്ല, എന്നാൽ അത്യാവശ്യം ഒരു 4-4, 5-4 ആ ഒരു രീതിയിലായിട്ടാണ് കെട്ടുന്നത്. 5-5 അത്രയുണ്ട്. പിന്നെ സപ്പോട്ട മരത്തിൻ്റെ ആയാലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കെട്ടണത്. അപ്പം അങ്ങനെ അവരുടെ പണികൾ ഇങ്ങനെ എന്താ പറയുക, നേരം വൈകി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തൊക്കെ വിചാരിച്ചതായിരുന്നു പണി, പക്ഷെ മഴ കാരണമാണ് ഇത്രയും വൈകിയത്. പിന്നെ അവർക്ക് കുളം കാര്യങ്ങളും അപ്പുറത്ത് വേറെ അതും കുറച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാട്ടിത്തരാം. മുഴുവനായിട്ടില്ല, കുറച്ച്. പിന്നെ നമ്മൾ ഈ കള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കിടന്നാൽ ഇവിടെയായിട്ടാണ് ഇവിടെ കുളത്തിൻ്റെയൊക്കെയുള്ള ഭാഗങ്ങൾ ശരിയാക്കി നോക്കണം. കുളം എന്ന് പറഞ്ഞ ടാങ്ക്. അപ്പോൾ അതിന് മുന്നേയിട്ട് നോക്കിയാൽ നമ്മുടെ പീനിട്ട് നോക്കിയേ. നമ്മുടെ പീനിട്ടുമ്പോൾ നിറച്ച് പീനിട്ടുണ്ടാവണേ.
ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഓരോപോലെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പച്ച കപ്പലണ്ടി നന്നായിട്ട് നല്ല ഇതിനേക്കാൾ നല്ല റെഡ് കളറുണ്ട്. ഇപ്പോൾ ഇത് ഓറഞ്ച് കളറായിട്ടുള്ളൂ, നല്ല റെഡ് കളർ പോലെ വരും. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് തിന്നാം. ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത് പറയുന്നത് ഒരു കുരുണ്ട്, അതാണ് പീനട്ട് എന്ന് പറയുന്നത്. പേര് തന്നെ നോക്കണേ. അത് നമ്മുടെ പച്ച കപ്പലണ്ടി തിന്നുള്ളൂ. ആ പച്ച കപ്പലണ്ടി തിന്നുന്നവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. അത് നല്ല ഫ്രൂട്ടായിട്ടത് നമ്മുടെ ഇതുമ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊട്ടിച്ച് കഴിക്കും. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇത് തിന്നണത് കിളികളാണ്. ശരിക്കും കിളികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവിടുത്തെ ഏത് ഫ്രൂട്ടും കിളികൾ കഴിച്ചിട്ട് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളൂ. ബാക്കി നിറച്ച് പൂവും കായും എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കുളിക്കാനുള്ളതാക്കി ശരിയാക്കി കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്ക് ഇതിലേ. അപ്പോൾ ഈ പണി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഇത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് ഇവരെ ആക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടുക മറിയുക അത്രയും സന്തോഷം കാണിക്കണേ. അത്ര ഇഷ്ടമുണ്ട് അവർക്ക് ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് കഴിഞ്ഞാൽ അവർ അതനുസരിച്ചാവും. പണികളുണ്ട്, ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല. കാരണം ഒത്തിരി കുറച്ച് കൂടുതൽ പണി വരും നമ്മുടെ ഈ അവരുടെ കുളിക്കണ ഈ ഒരു ടാങ്ക് ഒന്ന് ശരിയാക്കി വരണമെങ്കിൽ. അപ്പോൾ പിന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഇവിടെ ഇങ്ങനെ മതിലുമേ നമ്മൾ നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഒരു ഗ്രില്ല് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അറ്റം വരെ ഫുള്ള് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇവർക്ക് അങ്ങോട്ട് നോക്കി കാര്യം അന്വേഷിക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴുണ്ടല്ലോ അവരൊപ്പം വരും. അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തിണ്ട് ഇത്തിരി കൂടുതലാക്കി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഇവിടെ നിന്നാൽ ഇത്രയും ഭാഗം കാണാനേ പറ്റുള്ളൂ. ആ രീതിയിൽ അവർക്കും കൂടി അങ്ങോട്ട് കാണേണ്ട രീതിയിലുള്ളതും കൂടി ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്, കിത്രാമ പണികൾ എന്ന് പറയില്ലേ നമ്മൾ, കുഞ്ഞു കുഞ്ഞു പണികൾ, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ആട്ടാ. ഹലോ, അവിടെ നോക്കുക ഞാനിവിടെ കണ്ടപ്പോൾ. ഇനി എന്താ പറയുക, ഞങ്ങൾ കേട്ടാ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു ദിവസമാണ് ഞങ്ങൾ ശരിക്കും നമ്മുടെ ആൽബം നോക്കും. ഞങ്ങൾ അത് എല്ലാ വർഷവും പതിവാണ് ആൽബം നോക്കാന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു 26 വർഷമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അന്നത്തെ ആൽബം നോക്കുമ്പോഴേ കുറേ ചിരിക്കാനുണ്ടാവും. കാരണം കുറേ അബ്ദങ്ങൾ നമ്മുടെ ഫോട്ടോയിലെല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാവും ഇങ്ങനെ കാണുമ്പോൾ നോക്കിയേ. ഷായേട്ടൻ്റെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടാ, നല്ല ഭംഗിയായിരുന്നു. ഞാനൊന്നും എന്നിട്ടാ പറയുക, ഇന്നും ഷായേട്ടൻ്റെ തന്നെ ഭംഗിയായിരുന്നു, വേറെ വിഷയം അങ്ങനെ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആൽബം നോക്കണേ. കാരണം അതിൽ കുറേ ചിരിക്കുക, നമുക്കറിയാമല്ലോ വീട്ടിൽ കയറ്റുമ്പോൾ അമ്മ പാല് കൊണ്ടുവരും, ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറേ ഓർമ്മകൾ അങ്ങനെ വരും രസമായിട്ട്. അത് കാരണം ആ ദിവസം അങ്ങനെ നോക്കും. അപ്പോൾ ഇന്നിപ്പം ഞങ്ങളുടെ 2-3 ഫോട്ടോകൾ കാട്ടിയിട്ടാ അന്നത്തെ. ഇതൊരു ഫോട്ടോ ഉണ്ടോ, അന്നത്തെ ഒരു പച്ച സാരി കേട്ടോ. അത് ഷായേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ആ കളറ്. അങ്ങനെ ഷായേട്ടൻ തന്നെ പറഞ്ഞിട്ട് ആ കളറ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എനിക്കും ഷായേട്ടനായിട്ട് നല്ല ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണിത്. പിന്നെ ഈ ഒരു ഫോട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഈ ഒരു ഫോട്ടോ നമ്മൾ മുന്നേ കാട്ടിയ ഫോട്ടോ തന്നെ, പക്ഷെ ഇത് എനിക്ക് ആ സെറ്റ് ചെയ്തതിൻ്റെ ഭംഗിയായിട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണിത്. ഈ ഒരു ഫോട്ടോ കണ്ടോ, ഷായേട്ടൻ്റെ മുഖത്ത് സന്തോഷം നോക്കി. ഷായേട്ടൻ ഞാൻ എപ്പോഴും പറയും, എന്താ പറയുക, ഇപ്പോൾ പോലും ആരിങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഇത്രയും മുഖത്ത് സന്തോഷം കൊണ്ട് ഷായേട്ടൻ്റെ മുഖത്ത് പല ഗോഷ്ഠികൾ വരെ കടന്നു വരുന്ന പോലെയായിട്ട് തോന്നാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ദിവസം നമുക്കിങ്ങനെ ആൽബം നോക്കുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല ഓർമ്മകളാണ് നോക്കിയാൽ എന്തൊരു സന്തോഷം നോക്കി ഷായേട്ടൻ്റെ മുഖത്ത്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ദിവസം ആൽബമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാട്ടി വന്ന ഫോട്ടോകളില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ശരിക്കും ഓർമ്മകൾ, കുറേ ഓർമ്മകൾ കേട്ടോ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വിശ്വാസമാണോ എന്നാണ്, അങ്ങനെയാണെന്നാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മൾ രാമേശ്വരം പോയപ്പോൾ അല്ലേ ഷേട്ടാ, രാമേശ്വരത്ത് വെച്ചിട്ട് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ കല്യാണം കഴിക്കാൻ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഞങ്ങളുടെ 2 പേരിൽ നിന്ന് ആള് ചേരാണ്ടാ കഴിച്ചിട്ടുള്ളത്. അതായത് ചേർക്കണ മാതിരി അക്കിയോട്ട് കഴിച്ചിട്ടുള്ളതാ. അപ്പൊ അതുകൊണ്ട് തന്നെ തോന്നി, എന്നാ പിന്നെ അവിടെ ചെന്നതല്ലേ, അവിടെ ഒരു വിശ്വാസമാണ്, നമുക്ക് അവിടെ പോയിട്ടൊരു വിവാഹം കഴിച്ചാൽ നല്ലതാണ് എന്നുള്ളതൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിച്ചു.
അന്ന് നമ്മൾ അന്നത്തെ ഫോട്ടോ കണ്ടു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഫോട്ടോ. അന്ന് അമ്മ, പിന്നെ വലിയേട്ടൻ്റെ ഫാമിലി, പെങ്ങളുടെ ഫാമിലി, അതേപോലെ മൂന്നാമത്തെ ചേട്ടൻ്റെ മോൻ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടോ അന്ന് പോയത്. അപ്പോൾ അങ്ങനെ എനിക്കൊക്കെ ശരിക്കും ഞങ്ങൾ ഒരു പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു രണ്ടാമത്തെ ഒരു കല്യാണം കൂടിയാണ് കഴിച്ചത്. അതൊരു രസമായിട്ടുള്ള കാര്യമാട്ടോ അവിടെ. അത് നമ്മുടെ ഫസ്റ്റത്തെ കല്യാണത്തിൻ്റെ ആ ഒരു ഇതല്ല, രണ്ടാമത്തെ കല്യാണം കഴിക്കുമ്പോഴേ ഭയങ്കര പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 വർഷം എത്തി എന്ന് പറയുമ്പോഴേ അങ്ങോട്ട് പിന്നിലേക്ക് നോക്കുമ്പോൾ വളരെ സന്തോഷം മാത്രല്ല, നമ്മള് 26 കൊല്ലെന്ന് നമുക്ക് തന്നെ തോന്നുന്നില്ല പെട്ടെന്ന്. അതായത് ഒരു 10 കൊല്ലമായിട്ടുള്ള മാതിരി തന്നെ തോന്നുന്നില്ല. ചേട്ടത് എപ്പോഴും പറയും അങ്ങനെ. ചേട്ടത് ഞാൻ പറയാറുണ്ട് കേട്ടാ, ശരി തന്നെയല്ലേ, നമുക്കത് മനസ്സോണ്ടേ പറ്റണില്ല. 26 വർഷമൊക്കെ ആയാന്ന് തോന്നണ ഒരു പോലെ. അല്ല പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെറിയ മനസ്സാ, പിള്ളേരെ മനസ്സാ. അത് കാരണം പ്രായം തോന്നിക്കുന്നില്ല. മുഖത്ത് ശരീരത്തിന് വേണമെങ്കിൽ തോന്നുന്നുണ്ടാവായിരിക്കും, പക്ഷെ മനസ്സിന് തോന്നുന്നില്ല. അതാ. അപ്പം അങ്ങനെ നല്ല, അതായത് ഷായട്ടിനൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് ഭയങ്കര ലക്കിയാട്ടെ ഞാനൊക്കെ ആ കാര്യത്തിൽ. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചെറിയൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അത് ഷായട്ടിനത് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഷായട്ട് അത് ഭയങ്കര നിസ്സാരമാക്കി അത് നമുക്കതിങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കര ഭാഗ്യമാട്ടാ. അതിന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഷായേട്ടൻ കാരണം എനിക്ക് ഒരു മാനസികമായിട്ടൊരു വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്താ നമ്മൾ ആഗ്രഹിക്കുന്നതായാലും അതേപോലെ തരിക, അങ്ങനെയൊക്കെ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ വളരെ ഭാഗ്യമാണ്. അങ്ങനെയല്ല, നമ്മൾ ഒരു ഒന്നടിച്ചേൽ ഫീലില്ല, ഫുൾ സ്വാതന്ത്ര്യം. അത് എന്താണ് ഒന്നും പറയില്ല, വേണോ അത്. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങനെ എന്നുള്ളത് പറയലില്ല. ഇല്ല, അത് എനിക്കൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ. കാരണം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛൻ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയാണ്. പക്ഷെ അച്ഛൻ പാവാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഷായട്ടിനെ സംബന്ധിച്ച് അതുമില്ല, അങ്ങനെയുണ്ട്. അതിൽ ഭയങ്കര ഭഗവാനോട് നന്ദി. അതാണ്. പിന്നെ ഷായട്ടിനെ എന്നെ കുറിച്ച് പറയാൻ വല്ലതുണ്ട് ഷായിട്ട? പറയാന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മളെ ശരിക്കും ആര് പറഞ്ഞോ ഒരു ഊർജന് സ്മിത, അത്ര തന്നെ. അതായത് നമ്മൾ നിലനിൽക്കുന്നത് സ്മിതയുടെ ഊർജന ശരിക്കും എനിക്കുള്ള പിന്തുണ ശരിക്കും. അപ്പം അങ്ങനെ. പിന്നെന്താ ഇപ്പം എന്താ, മക്കള് അവരിവിടെ ഇല്ല. അതാണ്, കഴിഞ്ഞ വർഷം അവർ എനിക്ക് സർപ്രൈസൊക്കെ ആയിട്ട് വന്ന് ബൊക്കെയൊക്കെ തന്നിരുന്നു. ഈ വട്ടം മൂത്ത ആളാണെങ്കിൽ ഇവിടെയാണ്, എവിടെ ഡെറാഡൂറിലാണ് പഠിക്കാനായിട്ട് അവിടെ. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, ലീവ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്നത്തെ ദിവസം രണ്ടാളും ഇവിടെ ഇല്ല. പിന്നെ എന്നിട്ട് പിന്നെ ഞാനൊരു കാര്യം പറയണത് എന്നിട്ടാണെന്നറിയും, മെയിനായിട്ട് ഷായട്ടിൻ്റെ ഡ്രസ്സ്. എനിക്ക് അടുത്ത് വന്നൊരു കമൻറ്റാണ്, സ്മിത ഷാജിന് ഡ്രസ്സ് എടുത്തു കൊടുക്കുക. എന്നുണ്ട് ഷാജിനൊരു ബനീനാണല്ലോ, അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ പോലെയാണ് ഷാജ്. കാരണം ആകെ 2-3 ജോഡി ഡ്രസ്സ്, അതിന്മേലാണ് ഷാജിൻ്റെ ഫുള്ള്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, പ്രണവ് മോഹൻലാലിന് പറഞ്ഞപ്പോൾ. കാരണം എന്താ പറയുക, പ്രണവ് മോഹൻലാൽ നന്നായി വായിക്കുന്ന കൂട്ടത്തിലാണ്, ഷായേട്ടനും നന്നായിട്ട് വായിക്കും. പിന്നെ ഡ്രസ്സും ശരിയാണ്, ഷായേട്ടന് അങ്ങനെ ഡ്രസ്സിനോട് ഒരു തരത്തിൽ വേക്കൻസി ഇല്ല. അതായത് ഒരു 2-3 ബനിയനുണ്ടെങ്കിൽ ആ ഒരു ബനിയെത്തുമ്പോൾ ഇപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോ ഫസ്റ്റത്തെ തന്നെ കണ്ടറിയാം. ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു ടൈമിലും, അതേപോലെ പറമ്പിൽ ഷൈഡ് കളിക്കുമ്പോൾ ഷൈഡ് ഒരു യൂണിഫോം പോലെയാണ് പറമ്പിൽ കളിക്കാനായിട്ടുള്ള ഡ്രസ്സ്. അതേപോലെ തന്നെയാണ് എടുക്കുന്ന ഡ്രസ്സായാലും പുറത്തേക്ക് പോണത് ആ 2-3 അത് മതി, അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ എടുത്തു കൊടുത്താലും ഷായേട്ടന് അങ്ങനെ വേണ്ട, നല്ലൊരു ഇതാണ്, വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ ഷായേട്ടനെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാനങ്ങനെ എടുത്തും കൊടുക്കണില്ല. കാരണം ഷായേട്ടനെ ആഗ്രഹിക്കുന്നത് അതാണ്, എനിക്കിത് മതി എന്നുള്ളൊരു മനസ്സാണ് ഷായേട്ടനെ. അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഇല്ല, നമുക്ക് കിട്ടിയ ഡ്രസ്സ് ഇട്ട് നടക്കുക, അത്രയുള്ളൂ. അതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ മക്കളായില്ലാതെ നമുക്കൊരു കല്യാണം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തുടങ്ങും. ഇപ്പം എന്നൊക്കെ കൊണ്ടുപോയി ഷൈഡ് ഡ്രസ്സ് എടുക്കുക, അതുപോലെ മക്കളെ കൊണ്ടുപോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയോടത്ത് നമ്മൾ ചിലപ്പോൾ എണ്ണത്തിൽ കൂടുതൽ 3-4 ഡ്രസ്സ്, അതുപോലെ മക്കളായാലും ഒക്കെ എടുക്കും. അതൊക്കെ ഷായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇത് നോക്കി അന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തു അങ്ങനെ പറയുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് ഷായിട്ടിനെ നോക്കുന്നു പറഞ്ഞാൽ അത് എൻ്റെ പിന്നെ നോക്കാം, അത് പിന്നെ വേറെ സവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്കുള്ളതായിന്ന് കണ്ട് അവിടെ നിന്ന് കൊണ്ടുവരും. അങ്ങനെയാണ്. അതിലെനിക്ക് ഏറ്റവും എന്താ പറയുക, അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ പറയാം കേട്ടോ. വലിയേട്ടൻ്റെ മോളുടെ
കല്യാണത്തിന് ഇങ്ങനെ ആൽബം നോക്കിക്കൊണ്ടിരിക്കട്ടാ. ആൽബം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഇതിലും കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ ഷായറിനോ ഒരു ബനിയൻ, അതായത് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത് അത്. അപ്പം അത്രയും കൂടി ഞാനും ശ്രദ്ധിച്ചില്ല. കാരണം ഷായട്ടിനെ ഞാൻ ചോദിക്കും, ഷായട്ട് ഏത് ഡ്രസ്സറിന് ഏതാണ് ആക്കേണ്ടത്, അത് ഇപ്പോൾ ഏതെങ്കിലും ഇടാം അങ്ങനെ പറയുന്ന കാരണേ നമ്മൾ കല്യാണത്തിൻ്റെ തിരക്കിൽ ഷായട്ടിൻ്റെ എടുക്കാത്ത കാര്യം വിട്ടുപോയി. എന്നാൽ ഞാൻ പറയുന്നുണ്ട് ഷായട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ കല്യാണം വന്നു, കല്യാണത്തിന് പോയി. പക്ഷേ റിസപ്ഷൻ്റെ ആ ഒരു ഫോട്ടോയും എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയിലും ഓരോ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോഴാണ് ആൽബം കണ്ടപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അതുവരെ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കില്ലേ, ഡ്രസ്സിനെ പറ്റി ചിന്തിക്കില്ല. അതന്നെ. അപ്പം പിന്നെ അടുത്തൊരു സംഭവം കൂടി പറയട്ടെ. അതെന്താണെന്നറിയോ, ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാണ് പെങ്ങളുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ പെങ്ങളുടെ മകളുടെ കല്യാണത്തിന് തലേ ദിവസം ഷായട്ടൻ ടീഷർട്ട് ഇട്ടിട്ട് ചെന്നപ്പോൾ അളിയൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീഷർട്ട് ഊരി മേടിച്ചിട്ട് പറഞ്ഞു, ഇനി ഷാജിന് ഈ ഷർട്ട് ഇട്ടോ വയ്ക്കുന്നത്. അളിയൻ ഒരു ഷർട്ട് കൊടുത്തു. ആ ഷർട്ട് തന്നെയാണ് പിറ്റേ ദിവസം കല്യാണത്തിന് ഇട്ടു ഷായട്ടൻ. അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തായിട്ട് ചെറിയേട്ടൻ്റെ മകൻ്റെ കല്യാണം വന്നപ്പോഴും ഷായട്ടൻ ആ ഷർട്ട് തന്നെയാണ് ഇട്ടത്. ഇപ്പോൾ ആ ഷായട്ടൻ പൊന്നു പോലെയാണ് സൂക്ഷിക്കുന്നത്. കാരണം ഇനി ഏത് കല്യാണങ്ങൾ വരുന്നു ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഷായട്ടൻ നമുക്ക് ഷർട്ട് എടുക്കാം, ഈ അളവിൽ തയ്ക്കാം അതൊക്കെ പറഞ്ഞാലും അതിൻ്റെ ആവശ്യം എന്തിനാ, അത് മതി. അങ്ങനെയാണ് ഷായട്ടിനെ സംബന്ധിച്ച്. എനിക്ക് ഷായട്ടിന് ഒരു ഡ്രസ്സ് വേണമെന്നുള്ളൂ, അല്ലാതെ അതൊരു ഇതിനിട്ടത് അതിനിടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പുതിയത് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ പൊതുവെ ഞാൻ പിന്നെ ഷർട്ട് ഇടല് കുറവാ ശരിക്കും. ഷർട്ട് ഇടില്ല ഷായട്ടൻ. ഷർട്ട് ഇട്ടിരുന്ന് കടയിൽ പോണ സമയത്തായിരുന്നു നമുക്ക് സ്വർണ്ണപ്പണിയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വർണ്ണമൊക്കെ കൊണ്ട് കടയിലേക്ക് പോണ സമയത്ത് ഷർട്ട് ഇട്ടിരുന്നു. അതന്ന് ആ ഷർട്ടിൻ്റെ ഒരു ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് അന്ന് ഷർട്ട് ഉപയോഗിച്ചിരുന്നത്. നേരെ മറിച്ച് ഞാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പം ടീഷർട്ട് അങ്ങനെയൊക്കെയാണ്. അതാണ് ശരിക്കും ആദ്യമേ തൊട്ട് എപ്പോഴും നമുക്ക് ഷർട്ട് എന്ന് പറയുന്നത് ആകെ എനിക്ക് ഷർട്ട് അത് രണ്ടെണ്ണം ഇപ്പോ. ഇപ്പൊ ഇവിടെ നമ്മുടെ വീട്ടിലല്ലേ, അത് അളിയ കൊടുത്ത ഷർട്ട് ഒരെണ്ണം. പിന്നെ അളിയ ഒരെണ്ണം കൂടി കൊടുത്ത് എടുത്ത് വന്നിട്ട് ഒരു കറുപ്പുളിയും കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ടില്ല ഇതുവരെ, ആ വൈറ്റ് ഷർട്ടിന്റെ പോലെ തന്നെ. അപ്പം അങ്ങനെ ഷായട്ടന് അത്രയും പാവാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഷായട്ടിനെ കുറിച്ച് നെഗറ്റീവ് പറയാനൊന്നും, നെഗറ്റീവ് എന്നുള്ള വാക്കിന് ഷായട്ടിൻ്റെ ഇതിൽ ഉപയോഗിക്കേ വേണ്ട, അത്രയും ഇതാട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഓർമ്മ എന്ന് പറയുന്നത് എന്താണെന്നറിയും, ഞങ്ങൾ ഓരോ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും നമുക്ക് ഓർക്കാനായിട്ട് എന്തെങ്കിലും ഞങ്ങൾ പ്രത്യേകം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യും. അപ്പോൾ അതേപോലെ ഒരു പ്ലാനിങ് ആണ് ഞങ്ങളുടെ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് നമ്മൾ പുതിയ വീട് വെച്ച് അവിടേക്ക് കടന്ന് താമസിക്കുന്നത്. അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓരോ ഫ്രൂട്ട്സ് മരങ്ങൾക്കും ഓരോ ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക്. ഓരോ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പ്രത്യേകതയായിട്ട് നമ്മൾ ഓരോ ഫ്രൂട്ട്സ് മരങ്ങൾ നടാറുണ്ട്. അത് അങ്ങനെ പിന്നെ ഈ വട്ടം നമ്മൾ ഒരു ഫ്രൂട്ട്സിൻ്റെ തൈ മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാ, ഒരു മാസത്തിനല്ലധികമായി നമ്മൾ ഇന്ന് തന്നെ വെക്കുക എന്നുള്ള ഒരു ഇതില്. കാരണം നമ്മൾ ആ തലേദിവസത്തേക്കൊക്കെ വെച്ചിരുന്നു, ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ നഴ്സറിയിൽ പോയി ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് തൈ നല്ലത് കണ്ടപ്പോൾ പിന്നെ ചെല്ലുമ്പോൾ അത് കിട്ടിയെന്ന് വരില്ല എന്ന് അവിടുത്തെ ആൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തൈ മേടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുഴിച്ചിട്ടിട്ടില്ല, ഇന്നിപ്പോൾ അത് കുഴിച്ചിടണം. പിന്നെ നമ്മൾ ഒരു മെയിനായിട്ടൊരു കാര്യം കൂടി ചിന്തിച്ചിരുന്നു, അത് നമ്മുടെ പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെ അവരെ പണി, അതായത് കുളിക്കാനുള്ളൊരു കുളമാരിയുള്ളത് ചെറുത്, പിന്നെ അവർക്ക് ഓടി കളിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ, അതൊക്കെ ക്ലിയറായിട്ട് ഇന്ന് കറക്റ്റ് ആക്കണം എന്ന് വിചാരിച്ചതാ. പക്ഷെ അത് മഴ ഇടയിൽ കുറേ ദിവസം വന്നപ്പോൾ ഇവിടെ വെള്ളം നിൽക്കണ കാരണം അത് ക്ലിയർ ആക്കാൻ പറ്റിയില്ല. അത് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ അതും കൂടി ആയേനെ, ശരിക്കും നല്ല ഒരു ഓർമ്മയിലായേനെ. പക്ഷെ എന്നാലും നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളുടെ ചെയിനുകൾ അന്ന് ഓണത്തിന് ഇട്ട് കൊടുത്തിട്ട് നീളം കൂടിയിട്ട് അത് കട്ട് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ പേരുകള്, അവർക്ക് ലോക്കറ്റ് ഒക്കെ ആക്കി. അപ്പം അങ്ങനെ അവരുടെ ഓർമ്മ ഇന്നാണ് ഇപ്പം അതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കണം. അതേപോലെ നമ്മുടെ ആ ഫ്രൂട്ട്സ് തൈ നടണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യണുള്ളൂ. ഇന്ന് പിന്നെ അങ്ങനെ അത്ര വലിയതില്ല. അതായത് പിന്നെ ഇവിടെ പണീന കാരണം വേറെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അവരുടെ അടുത്തേക്ക് എപ്പോഴും പോകണം, കാരണം അവരും വിളിക്കാണ് ഹൈറ്റ് എത്ര മതിയോ അല്ലെങ്കിൽ എങ്ങനെയാണോ പണിയുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. കാരണം അതും പറ്റിയില്ല. അപ്പം അതാണ് നമ്മുടെ 26ാം വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ നിൽക്കുമ്പോൾ
സന്തോഷം മാത്രം. ഇനിയും അടുത്ത വർഷം ഇതേപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് എല്ലാം കൊണ്ടും. പക്ഷേ ഏട്ടാ നമുക്കിനി നമ്മുടെ കുട്ടുപട്ടാളങ്ങളുടെ അടുത്തേക്ക് പോകേണ്ട തൈ നടല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവരെ വരുത്താകുമ്പോൾ കുറച്ചധികം നേരം നിൽക്കണം. കുട്ടുപട്ടാളത്ത് പോയി കുറേ നേരം ഇരിക്കണം. നമ്മൾ വിചാരിച്ച പോലെ അവരുടെ അടുത്ത് ഊരി പോരാൻ പറ്റില്ല, അവരുടെ അടുത്ത് എത്തിയാൽ. കാരണം 7 പേർക്കും പറയാനുണ്ടാവേ കുറേ വിശേഷങ്ങൾ. ഒരാളെ ഒറ്റയ്ക്ക് നമ്മുടെ അടുത്ത് കൊഞ്ചിക്കുന്നത് ഇഷ്ടമല്ലേ അവർക്ക്. ഒരു പേര് പോലും പേര് വിളിച്ചാൽ മറ്റവരെല്ലാവരും നോക്കും അവരെ വിളിക്കണ്ടോ എന്നുള്ളത്. മെസ്സി എന്നങ്ങ് വിളിച്ച് നമ്മൾ മിണ്ടാ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷെ അത്രയും നമ്മൾ അത്രയും ശ്രദ്ധിക്കും. ഒരാളുടെ പേര് വിളിച്ചാൽ നമുക്ക് 7 പേരും പേര് വിളിക്കും. അപ്പം അത് കാരണം അവരുടെ അടുത്തേക്ക് ഏറ്റവും അവസാനം പോകാൻ നല്ലത്. അവസാനം എന്നല്ല, അവരുടെ എവിടെയാണ് നമ്മൾ കടന്നു പോവുക. പക്ഷെ ഇരിക്കാൻ തുടങ്ങിയ പെട്ടു. അപ്പം ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയ കാരണം നമ്മളവിടെ പണിക്കാരോട് ഭക്ഷണം ഒന്നും കൊണ്ടുവരണ്ടെന്ന് പണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ അവർക്ക് മേടിച്ചു കൊടുത്തത്. അവർക്ക് നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നേ, പുറത്തുനിന്ന് മേടിക്കുക. അപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം നമ്മൾ പച്ചക്കറി കൊടുക്കുമ്പോൾ അവർക്ക് ഉഷാറുണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവര് പണിയെടുക്കല്ലേ. അപ്പം അവർക്കാണെങ്കിൽ മീൻകറി കൂട്ടിയിട്ട് എന്നെന്ന് പറയുമ്പോൾ ചോറ് കൊണ്ടുവരുന്നവരാണ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു ഇന്ന് ഭക്ഷണം കൊണ്ടുവരണ്ടെന്നുള്ളത്. അപ്പോൾ അവർക്ക് ബിരിയാണി മേടിച്ചു. നമുക്ക് ചെറിയ രീതിയിൽ സദ്യ ഞാനെന്നെ തട്ടിക്കൂട്ടിയതാട്ടോ. സാമ്പാർ അവിലും എന്താ പറയുക ഉപ്പേരിക്കായി കാരണം ഇന്ന് കൂടുതൽ സമയം നേരത്തെ എനിക്ക് തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ അപ്പണിക്കും ഇവിടെ വെളിച്ചം കാണുമ്പോൾ. അപ്പോൾ പിന്നെ അത്രയും നേരത്തെ എണീറ്റ് അല്ലെങ്കിൽ സാധാരണ നേരത്തെ എനിക്ക് വേഗമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ സമയം കൊണ്ടുള്ളൊരു തട്ടിക്കൂട്ടല്ലേ. ഞങ്ങൾ കഴിക്കട്ടെ. എന്നത്തെ പോലെ സൂപ്പർ തന്നെ കേട്ടാ. നമ്മൾ ഇപ്പം അവിടെ ഇരുന്ന് സംസാരിച്ചു. എന്താണ് ഈ വട്ടം നമുക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലേ. കഴിഞ്ഞ വട്ടം അവര് എവിടെ ഉണ്ടായിരുന്ന കാര്യം നമുക്ക് അതുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വട്ടം ഞങ്ങൾ അതുമായിട്ട് സർപ്രൈസ് ഒന്നും ഇല്ല എന്നുള്ളതിലാണ് ഇരുന്നിരുന്നത്. പക്ഷേ നമ്മൾ ആ സംസാരത്തിൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ സർപ്രൈസ് ആയിട്ടൂടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കേക്കാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മക്കള്, അതായത് ആര്യമോനും ഉണ്ണിക്കുട്ടനും അപ്പും. അതായത് ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് എൻ്റെ 8ാമത്തെ മകൻ അർജുനാ. ഇവർ 3 പേരും കൂടി ഒരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അമ്പലത്തിലേക്ക് എൻ്റെ കൂടെ അർജുൻ ഉണ്ടായിരുന്നു. ആര്യമോൻ പിന്നെ ഡയറൂറാണ്. പക്ഷേ ആര്യമോൻ അവിടെ ഇരുന്നു, ഇവർ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്ലാനിങ് നടത്തിയിരുന്നു എന്നുള്ളത് ഇത് വന്നപ്പോഴേ മനസ്സിലാവണേ. അപ്പോൾ അർജുൻ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നാൽ ഇത് പറഞ്ഞു അമ്മ എനിക്ക് ലീവ് കിട്ടില്ല എന്നുകൊണ്ട് അവനും ക്ലാസ്സിൽ പോയി. പക്ഷെ ക്ലാസ്സിൽ പോയത് എന്താണെങ്കിൽ അപ്പോൾ പാലക്കാട് വരുന്നുണ്ട്, അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ 3 പേരും കൂടി ഞങ്ങൾക്കിതാ ഈ പ്രാവശ്യവും സർപ്രൈസ് ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാട്ടിത്തരാട്ടോ. അവളുടെ കയ്യിലാണ് ഇതൊക്കെ അവർക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ അർജുനോടെ ഉണ്ട്. അവന് ക്യാമറയിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതിന് അവൻ ഇവിടെ ക്യാമറയിൽ വരാത്ത ആരും കൊണ്ട് നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ എത്തിയതിന് ശേഷം കേട്ടാ. അപ്പൊ അപ്പൊ ഒന്നല്ലേ ഇത് അപ്പു, നമ്മുടെ അപ്പൂട്ടാ. അപ്പൊ അപ്പാണ് ഇതൊക്കെ എത്തിച്ചോളെ. എല്ലാത്തിനും സർപ്രൈസ് ആയിട്ടുണ്ട്. കാരണം നമ്മള് എത്ര നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിശേഷം വേറെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കെ അപ്പൂര് പാലക്കാട് നേരം വൈകി വണ്ടി ബ്ലോക്കിൽ വിട്ട് അവിടെ നേരത്തെ എത്തണമെന്നുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു. പക്ഷെ നേരം വൈകി പോയി എന്നാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു പൊട്ടിച്ച് നോക്കട്ടെ. ആകെ ഫോണിൽ തലേ ദിവസം കൊടുത്തിട്ട് അവൻ ഫോണിൽ അറിയില്ല എവിടെയുണ്ട്. ഞങ്ങൾ ഓൾറെഡി ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് ഇന്ന് മേടിച്ചു. Arya, Arju, thank you, thank you.
ഇത് ഞങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു നിമിഷമാണ് കേട്ടോ. എൻ്റെ ഈ കയ്യിൽ ഈ ഫ്രെയിം ഇരിക്കുമ്പോൾ എനിക്ക് ഇപ്പം ഉള്ളത്. ഞങ്ങളെ യൂണിറ്റ് ഫാമിലി, അതായത് നമ്മുടെ ചാനലിലത്തെ കുറെ ഫോട്ടോകൾ, കുറെ കാര്യങ്ങളാണ്. അപ്പൊ കൈ കൊടുക്കും. പിന്നെ കേക്ക്. ഇതൊക്കെ അല്ലുമണി എവിടെ അല്ലുമണി കണ്ടോ? ഇത് അല്ലുമണി കണ്ടോ? സുന്ദരി മോളാണ് കേട്ടോ ഇത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ പോലുള്ള ഒരാളാണ് നമ്മുടെ സുന്ദരി മോൾ അല്ലു. അമ്മയുടെ പൊന്നാണ്. ഇല്ല ഏട്ടാ, ഇല്ല ആരുത്തേ പേളിക്കുട്ടിയേ, അത് പേളിക്കുട്ടിയേ രാത്രി ഭയങ്കര ഉറക്കം കുറവാണ് നമ്മുടെ പേളിക്കുട്ടിക്ക്. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകും എന്നുള്ള പേടി. എന്നിട്ട് പകല് ഈ ഉറക്കം തന്നെ. മുഖത്താണെങ്കിൽ നല്ല ക്ഷീണമാണ്. പകലതിൽ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവൾ അപ്പം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. അങ്ങനെ ഭയങ്കര ഒരു ശ്രദ്ധയാണ് കുട്ടികളെ. മക്കളിപ്പം വലുതായെങ്കിലും കൂടിയിട്ട് പേളിക്കുട്ടിയുടെ ടെൻഷനൊന്നും ഒരു കുറവില്ല കേട്ടാ. കണ്ടാ ഇങ്ങനെ കടച്ചിരിക്കുകയാണ്. സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങിയാൽ മതി. അതും ചെയ്യില്ല. ഇപ്പം നല്ല വെയിലത്താണ് പോയി വന്നിട്ടുള്ള കിടപ്പ് അല്ലേ പേളിക്കുട്ടിയെ? ടൈസർ വേണ്ടേ നോക്കി പേളിക്കുട്ടി തിന്നണേ. ടൈസിനെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണേ. കണ്ട ഇങ്ങനെ ഇരുന്നോളാള്. ഞാൻ കൈ എടുക്കുമ്പോൾ നോക്കിക്കോളൂ കേട്ടാ. ഇനി നമ്മൾ എന്നിട്ടാണെങ്കിൽ പറയാറുണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും ഒരു തൈ അതല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ തൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാറുണ്ട്. ഈ വട്ടം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തൈയായിട്ട് നടുന്നത്. അതായത് സ്വീറ്റ് ലെമൺ എന്നാണ് കേട്ടോ പറയുക. ഉണ്ടായി നിൽക്കണ തൈ തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയുള്ളൊരു കുഴിയാണ് ഇവിടെ ശേഷം കുത്തണേ. ഫ്രൂട്ട്സ് തൈ വെക്കുമ്പോൾ എപ്പോഴും ഉണ്ടായി നിൽക്കുന്നത് മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വേഗം ഉണ്ടായി തുടങ്ങും തോന്നുന്നു കേട്ടോ. നമുക്കിവിടെ അങ്ങനെയാണ് ഉണ്ടാവാറ്. നമുക്ക് ഇന്നതാന്ന് അറിയാലോ. പിന്നെ ഇന്നതാന്ന് അറിയാം. അതാണ് ഇതെന്ന് വെച്ചാലേ ഞങ്ങള് ശരിക്കും ഒരു മാസം മുൻപ് വാങ്ങിയത് എന്നുവെച്ചാൽ. അപ്പോൾ നമ്മളിങ്ങനെ വെക്കാന്നുള്ളൊരു ഇത്, അതായത് ഇത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് കിട്ടിയ വഴിക്ക് മേടിച്ചു. നമ്മുടെ വാർഷികത്തിന് വെക്കാം എന്നുള്ള ഒരു ഇതിൽ മേടിച്ച് വെച്ചു. വെക്കല്ലേ? ഇവിടെ എന്ന് പറഞ്ഞ പിന്നെ നല്ല വളമുണ്ട്. അതാണ് വേറെ ഒന്നും ഇടാത്തത്. അതന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അറിയാമല്ലോ, നമ്മളിങ്ങനെ ചവറടിച്ചിടുന്നതോ കോഴിക്കാട്ടം കൊണ്ടുവരുന്നതൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ എപ്പോഴും നല്ലൊരു വളമായിട്ടാണ് കിടക്കുക. വളം കൂടിയാലും
നമുക്ക് അറിയാം പച്ചക്കറികളായാലും ഫ്രൂട്ട്സുകളായാലും ഒക്കെ വളം കൂടിയാലും ഉണ്ടാവാൻ ബുദ്ധിമുട്ടാട്ടോ. എല്ലാത്തിനും ഒരളവുണ്ട്. ആ ഒരളവിൽ ന്യായം മാത്രമാണ് അവർ നന്നായിട്ട് കായ്ക്കും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊന്നും ചെയ്യണില്ല, കാരണം ഇവിടെ അത്യാവശ്യത്തിന് ഉണ്ട് അവർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ വളമൊന്നും ഇല്ലാത്തൊരു മണ്ണിലാണ് വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലുപൊടി, അതേപോലെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ചാണപ്പൊടി, പിന്നെ നമ്മുടെ മറ്റേതിൽ ചേട്ടാ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ കുറേശ്ശെ പൊടിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊക്കെ അത്തിരി അകലത്തിൽ വലിപ്പമുള്ള കുഴി എടുത്തിട്ട് അതിൽ കുറച്ചൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവർ ഈ നമ്മുടെ മണ്ണിലിരുന്ന് സെറ്റായി വേരിറങ്ങണോടുകൂടി പിന്നെ ഈ വളം ഇട്ട ആ ഭാഗത്തേക്ക് വേര് ചെല്ലും. അതനുസരിച്ച് നല്ല വളം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി വിയറ്റ്നാമേരിലേക്ക് എന്തിട്ട് വളം കൊടുക്കണേന്ന്. ഇതേപോലെ തന്നെ വിയറ്റ്നാമേരിലേക്ക് ഇതന്നെ ഈ വളം തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതന്നെ ഇപ്പൊ നോക്കിയാ കുറെ തൈകളൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അന്ന് യൂട്യൂബ് ചാനലില്ല, അതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എല്ലാ ഫ്രൂട്ട്സുകൾക്കും അല്ലെങ്കിൽ എല്ലാ മരങ്ങൾക്കും ഓരോ കഥയുണ്ട് പറയാനായിട്ട്. വെള്ളം കൂടി ഒഴിച്ചോ. പിന്നെ ഇതിപ്പോ ചിലപ്പോ കൊഴിഞ്ഞു പോയാലും അടുത്ത പ്രാവശ്യത്തേക്ക് ഉണ്ടാവും. അതന്നെ. അപ്പൊ കണ്ടോ നമ്മുടെ വിയറ്റ്നാമേറിൽ കാണിക്കാത്ത വീഡിയോ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഞാൻ പറയാറുണ്ട്. ഞാൻ പറയണതിൻ്റെ കാരണം എന്താ പറയുക, നമുക്ക് ഇവിടെ ഉണ്ടാവണ കാരണമാണ്. കാരണം ചക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിയറ്റ്നാമേറിൽ എപ്പോഴും കാണിക്കുന്നത്, മേടിച്ച് വെച്ചാൽ ഉണ്ടാവും എന്നുള്ളത്. വളം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ചെയ്താൽ മതി. ഒരു തൈ മേടിച്ച് വയ്ക്കാലും അതേപോലെ തന്നെ വളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അപ്പം തന്നെ വെക്കണ്ട. വലിയ കുഴി എടുക്കുക, അത്യാവശ്യം വളം ഇടുക, വളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സാധാരണ മണ്ണിടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ തൈ വെച്ച് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് അവർ വളർന്നോളൂ. വേരിറങ്ങുന്നതനുസരിച്ച് ആ വളം കിട്ടുള്ളൂ. അതിപ്പോൾ എല്ലാ വർഷവും നമുക്ക് കുറേശ്ശെ വളം കട തൊടാണ്ട് ഇങ്ങനെ മാന്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ഇപ്പുറത്തെ പ്ലാവും തൈമിങ് നോക്കി കണ്ട നമ്മളിങ്ങനെ ഊണ് കൊടുക്കുകയാണ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഞാൻ ഇടിയും ചക്ക ആകുമ്പോൾ ഒരുവിധം എന്നൊന്ന് പറഞ്ഞ പോലെ ഇടുന്നുണ്ട് ഇതുമെന്ന്. ചെണ്ടുമല്ലി വീണേ താൽക്കാലിക ഒരു വടി കുത്തി കൊടുത്തതാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നമ്മൾ ഓണത്തിന് ചെയ്യൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ചെയ്യൽ നീളം കൂടിയായിട്ട് നമ്മൾ വെട്ടാൻ കൊടുത്തൊക്കെ ആയിരുന്നു ചെറുതാക്കാൻ പാകത്തിന്. ഇപ്പൊ ഇതാ നമ്മൾ അത് റെഡി പാകമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല നോക്കി കണ്ടോ എല്ലാവരുടെ പേരുകളും. അപ്പൊ അത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഫ്ലാറ്റിന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഫ്ലാറ്റിന് കൂട്ടാൻ ഇത്തിരി ധൈര്യം ഉള്ള കൂട്ടത്തിലാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കഴുത്തിൽ വരുമ്പോഴേ ഒരു പേടി. ഫ്ലാറ്റിന് കൂട്ടേ നോക്കിയുടെ പൊന്ന അമ്മയുടെ പൊന്നൂന് ചെയ്യേ, അമ്മയുടെ പൊന്നൂന് ചെയ്യനായി സുന്ദരനായില്ലോ. അച്ചു കേടുന്നു സുന്ദരമണി കെടുക്കാനോ ചെയ്യട്ടോ. എണീറ്റേ നമ്മുടെ പൊന്നു എണീറ്റേ കാണട്ടെ. എണീറ്റേ വാ ഫ്ലാറ്റിനൂട്ട് എണീറ്റേ. ഏത് നല്ല മൈൻഡ്. എൻ്റെ മോൻ ഇട്ടുതരാം, നെയ്മർക്ക് ഇട്ടുതരാം. ഇനി ആരഷായിട്ടാ ഒരു ബോൾട്ട് കൂട്ടേ. ബോൾട്ട് കൂട്ടാ എന്നിട്ട് കിടപ്പണ്ട കിടക്കണ സുക്കുടുക എണീക്ക്. പൊന്നിന് മാല എൻ്റെ പൊന്നെ എൻ്റെ മോൻ സുന്ദരനായി കേട്ടാ. പോട്ടാ നമ്മുടെ പൊന്നെ എൻ്റെ ഒരു സുന്ദരനായി ഫ്ലൈറ്റിന് കൂട്ടാ. അതെ ബോൾട്ട് കൂട്ടണോ സുന്ദരനായി. മെസ്സിക്കുട്ടാ മെസ്സിക്കുട്ടാ മെസ്സിക്കുട്ട നോക്കട്ടെ. മെസ്സിക്കുട്ട നമ്മുടെ റൊണാൾഡോക്ക് കേട്ടാ. റൊണാൾഡോ മോനെ സുന്ദര മാല, സുന്ദരൂട്ടിന് മാല അയച്ചടാ. ഒന്നും അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് തന്നെ മാലയിട്ടപ്പോൾ നമ്മൾ ഊരുമ്പോഴായിരുന്നു അവർക്ക് സങ്കടം. ഇനി ആർക്ക് ഇഷ്ടമായിട്ട് നമ്മുടെ മർഡോണമോ നല്ല പണിയിലാട്ടാ. കേട്ടാ ഒരു പൈപ്പിൻ്റെ കഷ്ണം അത് കടിച്ച് എങ്ങനെയെങ്കിലും കളയണം. നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് ഊരാലോ ചേട്ടാ. ബെൽറ്റ് ഇതും കൂടി ആകുമ്പോഴേ രണ്ടും കൂടി ആകുമ്പോൾ ഭംഗി കുറയണ പോലെ. ബെൽറ്റ് വേണ്ട. ഇനി നമ്മുടെ നെയ്മർ കുട്ടേ
നെയ്മർക്കുട്ടിന് മാലിടണ്ടേ അടി സുന്ദരന് മാലിടണ്ടേ സുന്ദരന് മാലിടണ്ട് ഹായ് സുന്ദരന് മാലയായി സുന്ദരന് മാലയായി ഹായ് ഹായ് സുന്ദരന് കല്യാണി കുട്ടിയെ സുന്ദരി മോളായി ഗുഡ് എല്ലാവരും സുന്ദരന്മാരായി ആ ബെൽറ്റ് വേണ്ട നമുക്ക് ഇനി ബെൽറ്റ് വേണ്ട കേട്ടോ പുതിയ ബെൽറ്റ് മേടിക്കാം അങ്ങനെയാണെങ്കിൽ കല്യാണി കുട്ടിക്ക് പിന്നെ ബെൽറ്റ് ഇല്ല മെസ്സിക്കൂട്ടിന് ബെൽറ്റ് ഇല്ല എപ്പോഴും നടന്നേ കാണട്ടെ എവിടെ എൻ്റെ പൊന്നിൻ്റെ ബെൽറ്റ് ഊരിൻ്റെ സ്ഥലം കാണാനില്ലോടാ അങ്ങനെ എല്ലാവരും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബോൾട്ട് പോക്ക് എടുക്കണ കിടപ്പ് നോക്ക് നോക്കിയേ ഷേട്ട് നമ്മുടെ മെസ്സി കൂട്ടിന് നീളം കൂടുതലുണ്ടാ ഇല്ല അല്ലേ ബെൽറ്റ് വേണ്ട കേട്ടോ സുന്ദര അത് സുന്ദര അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്നു കേട്ടു എല്ലാവർക്കും എടുക്കണേ ചെയ്യട്ടെ എൻ്റെ അതിൽ നോക്കി കല്യാണി കുട്ടിക്ക് ഉറങ്ങണ കിടന്ന് അല്ലേ ഉറക്കം എൻ്റെ പൊന്നുന്നെ കിടന്നു കേട്ടാ കുഴപ്പമില്ല ഊരി പോകുന്നില്ല ചേട്ടാ അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടപ്പന്മാർക്കും നല്ലൊരു സന്തോഷമുള്ള ദിവസം നമുക്ക് നല്ലൊരു ഓർമ്മയുള്ള ഒരു ദിവസം ഈ ഒരു ദിവസം ആകുമ്പോൾ നമ്മളതിങ്ങനെ അത് ഞാൻ പറയാറുണ്ടല്ലോ ആ ഒരു ദിവസത്തിന് എന്തെങ്കിലും ഒരു ഓർമ്മകൾ വേണമെന്ന് അങ്ങനെ ഒരു സ്പെഷ്യൽ ദിവസമായിട്ടാണ് ഇവർക്ക് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ചിരിക്കുള്ളോ ഗൗരവമില്ലാത്ത ഒരാളാണ് ആള് അല്ലേ എനിക്ക് ഗൗരവമില്ല എല്ലാവരും സുന്ദരന്മാരായിട്ടോ ഒരാളെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല ഇവർക്കൊക്കെ നല്ലതാണ് മെസ്സിക്കൂട്ടിന് ഇഷ്ടമായ മാല വന്നപ്പോൾ മെസ്സിക്കൂട്ടിന് ഇഷ്ടമായ ഉവാ എൻ്റെ പൊന്നെ ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ പൊന്നുന്നെ ശരി ഭംഗിയുണ്ട് നമ്മുടെ പൊന്നുണ്ട് ഭംഗിയുണ്ട് വയ്യ നോക്കട്ടെ ഹായ് ബോൾട്ട് ഇവിടെ വന്നേ ഭംഗിയുണ്ട് നെയ്മർ കൂട്ടിന് ഉറക്കം വന്നു തുടങ്ങിയില്ല മാലിട്ടപ്പോ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ നിർത്തല്ലേ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണണ്ട കല്യാണി കുട്ടിക്ക് മടിയിൽ കയറി ഇരിക്കട്ടെ അതേ നമ്മളോട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നമ്മുടെ മടിയിൽ ഇരിക്കണമല്ലോ അപ്പം ഇന്നൊരു കുസ്തിയാണ് എല്ലാവർക്കും അതേ ഇന്ന് കല്യാണി കുട്ടി പോയി എന്നെ മോനെ കൂടി ഇരുന്നവാ ഇനി വിഷമിക്കണ്ടവാ ഇതേ കല്യാണി കുട്ടി അങ്ങനെ ഇറങ്ങി കിടന്നു പാടാ വിഷമിക്കണ്ടടാ കല്യാണി കുട്ടി അങ്ങോട്ട് പോയി എൻ്റെ മോൻ സങ്കടപ്പെടണേ എൻ്റെ മോൻ ഇവിടെ കിടന്നോ പോലെ അച്ചോ മടിയിൽ കിടക്കാനായിട്ട് ഇവർക്ക് വലിയ ചെക്കന്മാരെയല്ലേ ഇവർക്ക് പക്ഷെ കിടക്കണം വെച്ചാൽ എന്താ ചെയ്യാ ഇടുവാ ഓക്കെ പിന്നെ നമ്മുടെ സിംബൂട്ടിനെ എന്നും കുറച്ച് നേരം പുലിയിൽ കയർക്കും അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടി നടക്കും നമ്മളിങ്ങനെ